സിയാദ് സാഹിബ്, ഈ സമ്മേളനത്തിൻ്റെ സ്വാസംഘം ചെയർമാനും സംസ്ഥാന സെക്രട്ടറി അംഗവുമായ പ്രിയപ്പെട്ട VT ഇക്രാമുൽ സാഹിബ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി, ജനറൽ സെക്രട്ടറി മുർഷിദ്, വിവിധ മലബാർ മേഖലയിലെ ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വലിയ ജനസഞ്ചയം ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ സമ്മേളിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ വഖഫ് ഭേദഗതി ബിൽ 2024 എന്ന വഖഫ് ഭേദഗതി ബിൽ 2024 എന്ന ഒരു അമെൻമെൻറ്റ് ബിൽ, നിലവിലുള്ള വഖഫ് ബില്ലിന് ഭേദഗതികൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വഖഫ് ബിൽ ഭേദഗതി ബിൽ സമർപ്പിക്കുകയും അത് പാർലമെൻറ്റിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയും പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വിയോജന കുറിപ്പുകളും നിഷേധിച്ചുകൊണ്ട് JPC അത് അംഗീകരിച്ച് രാജ്യസഭയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഒരു വിശ്വാസി മതപരമായ ഒരു കർത്തവ്യം എന്ന നിലക്ക് വിശുദ്ധവും ജീവകാരുണ്യവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം വഖഫായി സമർപ്പിക്കുന്നു എന്നതാണ് വഖഫിൻ്റെ മൗലികമായ അതിൻ്റെ രീതി. ആ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് മുതവല്ലികളും അതുപോലെ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിന് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തന്നെ വൈദേശികർ ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും അതിന് സംവിധാനമുണ്ടാവുകയും സ്വാതന്ത്ര്യമായതിനു ശേഷം വ്യത്യസ്തമായ കാലയളവിൽ വ്യത്യസ്തമായ വഖഫ് ബില്ലുകൾ അവതരിപ്പിച്ച് അതിന് ഭേദഗതി അവതരിപ്പിച്ച് അങ്ങനെ അത് വളരെ സുഗമമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് രാജ്യത്ത് വീണ്ടും വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നത്. ഗവൺമെന്റ് അത് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇത് വഖഫിനെ സംരക്ഷിക്കാനാണ് എന്നാണ്. പക്ഷേ ആ ബില്ലിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തൊരുദ്ദേശം വെച്ചാണോ ഒരു വഖഫ് ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് സ്വത്ത് വഖഫ് ചെയ്തിട്ടുള്ളത്, അത് അതേപോലെ ആ ഉദ്ദേശം നിർവഹിക്കാൻ പറ്റാത്ത വിധം അതിനെ തെറ്റായ രീതിയിൽ ആ വഖഫ് സ്വത്തുകൾ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും മാത്രമല്ല അത് തട്ടിയെടുക്കാനും കൂടിയാണ് നിലവിലുള്ള വഖഫ് ഭേദഗതി ബില്ലിലെ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഏറെക്കുറെ ചർച്ച ചെയ്തുകൊണ്ട് വിശദമായി ഞാൻ കടക്കുന്നില്ല. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കറിയാം. അതിൽ ഏറ്റവും വിവാദപരമായ പരാമർശം അല്ലെങ്കിൽ ഭേദഗതി വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും നിലവിൽ അത് നിയന്ത്രിക്കുന്നത് അതാത് സംസ്ഥാന വഖഫ് ബോർഡുകളും സെൻട്രൽ വഖഫ് കൗൺസിലുകളും നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുത്തവല്ലികളുടെയും MLA-മാരുടെയും MP-മാരുടെയും ബാർ കൗൺസിൽ അംഗങ്ങളുടെയും ഒക്കെയുള്ള ഒരു സമിതികളാണ്. ആ സമിതികളിൽ എന്താണ് വഖഫ് എന്നറിയുന്നവരും വഖഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരും വഖഫ് കൃത്യമായി അതിൻ്റെ ഉദ്ദേശം നിർവഹിക്കാൻ സാധ്യമാവുന്ന അതേക്കുറിച്ച് വിവരമുള്ളവരുമായ മുസ്ലിങ്ങളെയാണ് ആ സമിതിയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് നിലവിലുള്ള വഖഫ് നിയമം. പക്ഷേ ആ നിയമത്തെ ആ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് വഖഫ് ബോർഡുകളും വഖഫ് കൗൺസിലുകളും മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും
അമുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് അതിൽ അംഗങ്ങളാകാനും അത് കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം കൊടുത്തുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ലിലെ ഏറ്റവും വിവാദപരമായ ഒരു ഭേദഗതി. എന്താണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരു വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നുള്ള അപകടം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ടായേക്കും. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ രാജ്യത്ത് അധികാരമേറ്റ സവർണ ഫാഷിസ്റ്റ് ഭരണകൂടമായ മോദി സർക്കാരിന്റെ ഓരോ തീരുമാനങ്ങളും അവർ നടപ്പിലാക്കുന്ന ഈ ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡറുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വഖഫ് ബോർഡുകളെ RSSകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ വഖഫ് സ്വത്തുക്കൾ അത് കൈകാര്യം ചെയ്യുന്ന രീതി തീർത്തും സംഘീയവൽക്കരണമായിരിക്കും, RSS വൽക്കൃതമായിരിക്കും, RSSന്റെ താല്പര്യമനുസരിച്ചായിരിക്കും. എന്താണ് RSSന്റെ താല്പര്യം? ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രമുണ്ടായിരിക്കണം. ആ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കല്ലാത്തവർക്ക് ഹിന്ദുക്കൾ എന്ന വലിയ വിശാലമായ ക്യാൻവാസിൽ ഈ രാജ്യത്ത് ദളിതൻ ഉൾപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഹിന്ദുത്വ രാജ്യത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾക്കും വോട്ടവകാശം പോലും ഇല്ലാത്ത അവർക്ക് കേവലം ഒരു രണ്ടാം പൗരത്വമുള്ള ഒരു വിഭാഗമായി കേവലം നോക്കുകുത്തികളായി ഈ രാജ്യത്തിന്റെ യാതൊരുവിധ അവകാശങ്ങളും ഈ രാജ്യത്തിന്റെ യാതൊരുവിധ റൈറ്റുകളും അവർക്ക് ലഭിക്കാത്തൊരു സമൂഹമായി നിൽക്കും. അങ്ങനെയുള്ള ഹിന്ദുത്വ രാഷ്ട്രമാണ് RSSന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് വളരെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഇന്നും ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും വലിയ ഭരണഘടന നിയമനിർമ്മാണ സഭയായ പാർലമെന്റിലെ MP-മാരും BJP മന്ത്രിമാരും കൃത്യമായി എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പലപ്പോഴായി നിർവചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായി അറിയാം ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവരുടെ ആളുകളുടെ അവരിൽ മുസ്ലിം പൗരന്മാരുടെ സ്വത്തിന്റെ അവകാശം ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ രാജ്യത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും മതപരമായ ആവശ്യങ്ങൾക്കും അവർ മാറ്റിവെച്ച വഖഫ് സ്വത്തുക്കൾ RSSകാരൻ കൈകാര്യം ചെയ്യുന്നതോടുകൂടി അത് വഖഫിന്റെ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല അത് അന്യാധീനപ്പെട്ടു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.